നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് വളരെ സുപരിചിതമായൊരു സസ്യത്തിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്, കിലുകിലുപ്പ. ഫബേസിയ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ക്രോട്ടലേറിയ റെറ്റ്യൂസ എന്നാണ്. മാതൃഘാതിനി, ചണ എന്നെല്ലാം ഇതിനെ വിളിക്കുന്നു. സംസ്കൃതത്തിൽ ക്ഷണപുഷ്പി, ക്ഷണഘടിക എന്നെല്ലാമാണ് ഇതിൻ്റെ പേരുകൾ. ഇന്ത്യയൊട്ടാകെ തുറസായ കാടുകളിലും പൊതുനിരത്തുകളിലും ധാരാളമായി കണ്ടുവരുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. ഏകദേശം 120 സെൻറ്റിമീറ്റർ വരെ ഉയരം വരുന്ന ഇതിൻ്റെ തണ്ടിന് ഇളം പച്ച നിറമാണ്. ഒന്നിടവിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഇതിൻ്റെ ഇലകൾക്ക് മുകൾ ഭാഗത്ത് കടും പച്ച നിറവും താഴ്ഭാഗത്ത് ഇളം പച്ച നിറവുമാണ്. വളരെ മൃദുവായിട്ടുള്ള ഇതിൻ്റെ ഇലകൾക്ക് ദീർഘവൃത്താകാരമാണ്. അഗ്രഭാഗം വൃത്താകൃതിയിൽ കാണപ്പെടുന്നു. ശാഖാഗ്രത്തിലുണ്ടാകുന്ന പൂക്കുലകളിൽ മഞ്ഞ നിറത്തിലോ വയലറ്റ് കളർന്ന വെള്ള നിറത്തിലോ ആണ് പൂക്കൾ വിരിയുന്നത്. ഇത് കൂട്ടമായാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫലത്തിൻ്റെ സവിശേഷതയാണ് ഇതിന് കിലുകിലുപ്പ എന്ന പേര് നൽകിയത്. ഏകദേശം 15 മുതൽ 20 വരെ വിത്തുകൾ നീണ്ട ഫലത്തിൽ ക്രമമായി അടുക്കി വെച്ചിരിക്കുന്നു. ഇത് കിലുക്കുമ്പോൾ നല്ല ശബ്ദമുണ്ടാകും. ഈ ചെടി സമൂലമായാണ് ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നത്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഈ സസ്യം കുട്ടികളിൽ കാണുന്ന ഉദരരോഗങ്ങൾ, കൃമിശല്യം, തൊലിയിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്നിവയിൽ സാധാരണ ഉപയോഗിച്ചു വരുന്നു. കഷായ രസവും ഉഷ്ണവീര്യവുമാണ് കിലുകിലുപ്പയുടേത്. കഫവാതഹരമായി പ്രവർത്തിക്കുന്ന ഈ സസ്യത്തിൻ്റെ മറ്റ് ഔഷധ ഗുണങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. കിലുകിലിപ്പ നമ്മൾ കിലുക്കാൻ പെട്ടി എന്നൊക്കെ അതിന് പേര് പറയും. കുട്ടികളെ കളിപ്പിക്കാനാണ് അതിൻ്റെ കായ ഏറ്റവും അധികം ഉപയോഗിക്കുക. ഇങ്ങനെ കിലുക്കി നടക്കുക. അത് ഉണങ്ങിയാൽ അത്ര ശബ്ദം ഉണ്ടാവും, നല്ല രസം. അതിൻ്റെ കുരു നല്ലതാണ്. രണ്ട് ഉപയോഗമുണ്ട് അതിന്. ഈ ചൊറി ചിരങ്ങൾക്കാണ് ഏറ്റവും ഒരു ഉപയോഗം. അതിൻ്റെ ഇല നീരെടുത്തിട്ട് ഈ വിരലുകൾക്ക് ഇടയിലുണ്ടാകുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് അടുക്കളപ്പണി എടുത്ത സ്ത്രീകൾക്ക് വിരലിൻ്റെ ഇല ഉണ്ടാകുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷന് ഇതിൻ്റെ ഇല ഇടിച്ച് കഴിഞ്ഞാൽ നീര് പറ്റി കഴിഞ്ഞാൽ കുറച്ച് കുറയും. അതുപോലെ തന്നെ ഇതിട്ട് വെള്ളം തിളപ്പിച്ചാൽ കയ്യും കാലും ഇങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കയ്യിൻ്റെ മുകളിലും കാലും മുകളിലും ഉണ്ടാകുന്ന ഈ ചൊറി കുറയും. പിന്നെ ഇതിൻ്റെ ഈ വിത്ത് പൊടിച്ചിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ച് നല്ല സൂക്ഷ്മ ചൂർണ്ണമാക്കിയിട്ട് നെയ്യിൽ ചാലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഈ അൾസറിന് വളരെ നല്ലതാണ്. മാത്രമല്ല അത് കുറച്ച് ബ്രഹ്മണം കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഈ കഷായം ഈ വയറുവേദനയ്ക്ക് അതുപോലെ ഈ വയറിളക്കത്തിനൊക്കെ വളരെ നല്ലതാണ്.